കോഴിക്കോട് കാപ്പാട് കടൽക്ഷോഭം രൂക്ഷം. കാപ്പാട് തീരദേശപാത കടൽ ഭിത്തി വീണ്ടും തകർന്നു. ഇന്നലെ തകർന്നതിന് സമീപമാണ് വീണ്ടും ഇടിഞ്ഞത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുകയാണ്. സമീർ, ഈ ഒരു ഭാഗം ഇടിഞ്ഞത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് സമീപമായി വീണ്ടും മറുഭാഗം കടൽഭിത്തിയുടെ തീരദേശപാത കടൽഭിത്തി വീണ്ടും തകർന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഇന്നലെ ഉണ്ടായ അപകടത്തിന് തൊട്ട് ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ശക്തമായ കടൽക്ഷോഭത്തിൽ ഈ ഭാഗം ഇടിഞ്ഞിരിക്കുന്നത്. കടൽഭിത്തി ഇടിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഈ കടൽഭിത്തിക്കൊപ്പം ഇപ്പോൾ റോഡിന്റെ ഭാഗം കൂടി ഇടിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിർത്തിവെക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വലിയ അപകടം വരുത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം സാധ്യതകൾ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ഇപ്പോൾ ഈ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. കടൽക്ഷോഭം ഇപ്പോഴും ശക്തമായി തുടരുന്നുണ്ട്. അവിടുത്തെ കടൽ ഭിത്തിക്ക് ഉയരം പോരാ എന്നുള്ള ഒരു പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ പരാതിക്ക് നിലനിൽക്കുമ്പോഴാണ് ശക്തമായ കടലാക്രമണത്തിൽ ആ ഭിത്തിയും അതുപോലെ തന്നെ അതിനോടൊപ്പമുള്ള റോഡിന്റെ ഭാഗം കൂടി ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. നഗരമേഖലയിൽ ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ ലഭിക്കുന്നില്ല. എന്നാലും മലയോര മേഖലയിലും അതുപോലെ തന്നെ മലയോര മേഖലയിൽ നല്ല മഴ ലഭിക്കുന്നുണ്ട്. കടലാക്രമണവും രൂക്ഷമാവുന്ന സാഹചര്യമാണുള്ളത്. ക്രിസ്റ്റീന, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് സമീർ സി മുഹമ്മദാണ്.